പെരുമഴയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ടാണ്, കൊട്ടിക്കലാശമാണ്. പക്ഷേ തുടർച്ചയായ മൂന്നാം ദിവസവും മിസൈൽ വർഷം തുടരുകയാണ് ഇറാനും ഇസ്രായേലും. അത് സൃഷ്ടിക്കുന്നൊരു യുദ്ധഭീതിയാണ് പത്രങ്ങളുടെ പ്രധാന വാർത്ത, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതുപോലെ പത്രങ്ങളുടെ നമ്മുടെ പ്രക്ഷോഭത്തിൻ്റെ രീതി ഇത്തരം വലിയ സംഭവങ്ങളിൽ പത്രങ്ങളുടെ ഒന്നാം പേജും തലക്കെട്ടും എങ്ങനെയെന്ന് നോക്കുന്നൊരു പതിവുണ്ട്. അതിലേക്ക് തന്നെ പോകാം. ആദ്യം ഇറാനെ വിടാതെ ആക്രമിച്ച് ഇസ്രായേൽ, മിസൈലുകളുമായി തിരിച്ചടിച്ച് ഇറാൻ. ഇത് മെട്രോ വാർത്ത എന്ന് പറയുന്ന ദിനപത്രത്തിൻ്റെ ഒന്നാം പേജ് ഹെഡിംഗ് ആണ്. ഇറാനെ വിടാതെ ആക്രമിച്ച് ഇസ്രായേൽ. അതായത് ആ വാർത്ത വലിയ രൂപത്തിൽ എല്ലാ ചെറിയ പത്രങ്ങൾ, വലിയ പത്രങ്ങൾ മുതൽ ചെറിയ പത്രങ്ങളിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധഭീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കനത്ത യുദ്ധം, ഇറാൻ്റെ ദേശീയ TV കേന്ദ്രം തകർത്തു എന്നാണ് ജന്മഭൂമി പറയുന്നത്. അതായത് ജന്മഭൂമി കൂടി അത് പറയും. നമ്മൾ ഇന്നലെയും ഇക്കാര്യം പറഞ്ഞാണ്. ഇന്നത്തെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി യുദ്ധഭീതിയുണ്ട്, സംഘർഷമുണ്ട്, പശ്ചിമേഷ്യ അശാന്തമാണ്, അങ്ങനെ പല രൂപത്തിലാണ് ഹെഡിങ്ങുകൾ. ഇന്ന് പത്രങ്ങളെല്ലാവരും മാറിയും തിരിഞ്ഞും ഇന്നലെ ചില പത്രങ്ങൾ കൊടുത്ത തലക്കെട്ടുകളാണ് ഇന്ന് ചില പത്രങ്ങൾ കടമെടുക്കുന്നത്. അങ്ങനെ യുദ്ധഭീതിയെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. കനത്ത യുദ്ധം എന്നുള്ളത് ഇന്നലെ മറ്റു പല പത്രങ്ങളുടെയും തലവാചകമായിരുന്നു. ജന്മഭൂമി ഇന്ന് കനത്ത യുദ്ധവും ഇറാൻ്റെ ദേശീയ TV കേന്ദ്രം തകർത്തു എന്നും പറയുന്നു. സംഹാര താണ്ഡവം എന്നാണ് ജനയുഗം പറയുന്നത്. സംഹാര താണ്ഡവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ യുദ്ധഭീതിയാണ് ജനയുഗം നൽകുന്ന വാർത്തയുടെ കാമ്പ് എന്ന് പറയുന്നത്. തെഹ്റാനിൽ തീമഴ എന്നാണ് ദേശാഭിമാനി 2 ദിവസമായിട്ട് തീവാനവും തീമഴയും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. അടി തുടരും എന്ന് മംഗളം പറയുന്നു. ചോരപ്പുഴ എന്നാണ് ദീപിക പറയുന്നത്. സ്വാഭാവികമായും വലിയ ആളുകൾ, ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ 2 രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ചോരപ്പുഴ ഒഴുകുന്നത് ദീപികയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആളിക്കത്തുന്നു എന്നാണ് സിറാജ് പറയുന്നത്. സംഘർഷം രൂക്ഷമെന്ന് ചന്ദ്രിക. യുദ്ധഭീതി എന്ന് സുപ്രഭാതം യുദ്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെയും ഏതാണ്ട് യുദ്ധഭീതി തന്നെയായിരുന്നു സുപ്രഭാതത്തിന്. പോര് കടുത്തു എന്നാണ് മാധ്യമം പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ദിവസത്തെ അവസ്ഥയല്ല, കുറച്ചും കൂടി രക്തരൂക്ഷിതമായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മാധ്യമം പറയുന്നു. തീക്കളി തുടരുന്നു എന്നാണ് വീക്ഷണം പറയുന്നത്. തീക്കളിയാവുമ്പോൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കേരള കൗമുദി കുറച്ചും കൂടി ആ ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയ നേതാവ്, അദ്ദേഹം ബങ്കറിൽ ഒളിച്ച് ഖമനേയി എന്നാണ് കേരള കൗമുദി പറയുന്നത്. അങ്ങനെ വളരെ വലിയ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് പത്രങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും വേഗം പോയി വരാം എന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ചും കൂടി വിശദമായി വിശാലാടിസ്ഥാനത്തിൽ ഈ 2 പത്രങ്ങൾ അതിനെ കണ്ടിട്ടുണ്ട്. പ്രാണഭീതി എന്നാണ് മനോരമയുടെ ഒന്നാം ഹെഡിങ്, ഒന്നാം പേജിലെ തലക്കെട്ട്. പ്രാണഭീതി എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു ഭീതിയില്ല എന്നുള്ളതാണ് ആ തലവാചകം കൊണ്ടും ആ വാർത്ത കൊണ്ടും അവർ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലും ഇറാനും ജനം ഒഴിഞ്ഞു പോകാൻ അന്യോന്യ മുന്നറിയിപ്പ് എന്ന് ഒന്നാം പേജിലെ ഒരു ചിത്രം നൽകിക്കൊണ്ട് തീ ആളുന്ന ചിത്രമാണ്. ഒരുപക്ഷെ മിസൈലുകൾ വീണുള്ള തീ ആയിരിക്കാം അത്. ഇറാൻ TV ആസ്ഥാനത്ത് മിസൈൽ, വെല്ലുവിളിച്ച് അവതാരക എന്ന് പറയുന്നുണ്ട് മനോരമ. പ്രാണഭീതിയാണ്. ടെഹ്റാനിൽ 5 വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്ക്. ഇന്ത്യയെ വലിയ ആശങ്കയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങളുടെ ആ ഒരു തലവാചകത്തിൽ തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മലയാളികൾ, ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, നഴ്സുമാരുണ്ട്. 2 രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്ന് ജോലി തേടിയും പഠിക്കാനും പോയ ആളുകളുള്ളത് കൊണ്ട് തന്നെ ആശങ്കയാണ്. ഈ പ്രാണഭീതിയിൽ തന്നെ അതുണ്ട്. ഇസ്രായേലിൽ 8 മരണം കൂടി. ടെൽ അവീവിൽ US നയതന്ത്ര കാര്യാലയത്തിന് കേടുപാട്. ഈ വാർത്തയിൽ ഏറ്റവും ശ്രദ്ധേയമായത് എല്ലാ പത്രങ്ങളും പ്രധാനമായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഇറാനിലെ TV ആസ്ഥാനത്തുണ്ടായ മിസൈൽ ആക്രമണമാണ്. ആ ആക്രമണത്തിൽ TV ആസ്ഥാനം പൂർണ്ണമായും തകരുന്നുണ്ട്. പക്ഷേ ഒരു അവതാരകയാണ് അവിടെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിസൈൽ പതിക്കുന്നത്. സ്വാഭാവികമായി അവർ ഇറങ്ങി ഓടുന്നു. പക്ഷേ തിരിച്ചു വന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട്. ഇറാൻ ദേശീയ ടെലിവിഷൻ ചാനൽ തത്സമയ സംപ്രേഷണം നടക്കുന്നതിനിടെ ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ച് അവർ ഓടി മാറുന്നു. ചാനൽ കെട്ടിടം കത്തുന്നു. ആ ദൃശ്യങ്ങളാണ്. പക്ഷേ പിന്നീട് തിരിച്ചു വന്ന് അവർ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന കൂടിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും ആ ഒരു നിലപാട് വളരെ വലുതാണ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊരു മാധ്യമ പ്രവർത്തക പറയുകയാണ്, അതും ടെലിവിഷനിൽ കൂടി. എന്തായാലും മനോരമ അത് ഒന്നാം പേജിൽ വളരെ വലുതായി നൽകിയിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ, അതായത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തെ തമ്മിലടിപ്പിച്ച് ഇറാൻ്റെ പുതിയ തന്ത്രം, അത് മനോരമ 7-ാം പേജിൽ. അതൊരു പുതിയ വാർത്തയാണ്. അതായത് ഇസ്രായേൽ അയക്കുന്ന മിസൈലുകൾ അത് തമ്മിലടിച്ച് വീണ്ടും ഇസ്രായേൽ തന്നെ പതിക്കുന്നൊരവസ്ഥ, ഇറാനിൽ പതിക്കാതെ. അങ്ങനെ അതൊരു പുതിയ യുദ്ധതന്ത്രമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇറാൻ്റെ തന്ത്രത്തെ മനോരമ വാർത്തയാക്കുന്നു. അയൺ ഡോം മിസൈലുകൾ ഇസ്രായേലിൻ്റെ തന്നെ താവളത്തിൽ പതിച്ചെന്ന് തുർക്കി മാധ്യമങ്ങൾ. ഇസ്രായേൽ അയച്ച മിസൈലുകളെല്ലാം ഇറാൻ്റെ തന്ത്രപരമായ നീക്കം കൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നാണ് മനോരമയുടെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് മധ്യസ്ഥതയ്ക്ക് തുർക്കി വന്നിരിക്കുന്നു എന്നുകൂടി മനോരമ പറയുന്നുണ്ട്. അതിനൊപ്പം മറ്റൊരു വാർത്ത കൂടി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹെഡിങ് ഇങ്ങനെയാണ്: അണഞ്ഞുപോയി അവൾ എഴുതിയ കവിത പോലെ എന്നാണ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ യുവ ഇറാനിയൻ കവി പർണിയ അബ്ബാസി.
അവരുടെ കവിത ഇങ്ങനെയാണ്: എവിടെയോ നീയും ഞാനും അവസാനിക്കും, ലോകത്തെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാകും, ഞാൻ ഒടുങ്ങും കത്തിജ്വലിക്കും, നേർത്ത പുക പോലെ നിൻ്റെ ആകാശത്തെ കെട്ടുപോയ നക്ഷത്രമാകും. ആ കവിത പോലെ തന്നെ അവർ കെട്ടുപോയി എന്ന്, അല്ലെങ്കിൽ അവർ അതിൽ മരണപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. ആ വാർത്ത കൂടി മനോരമ നൽകുന്നുണ്ട്. എന്തായാലും യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഞാൻ വേഗം മാതൃഭൂമിയിലേക്ക് പോകാം. പ്രാണഭീതിയാണ് മനോരമയ്ക്കെങ്കിൽ ഒഴിയാ ഭീതിയാണ് മാതൃഭൂമിക്ക്. അയവില്ലാതെ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ, ടെഹ്റാനിൽ നിന്ന് ഒഴിയണമെന്ന് നിർദ്ദേശം ഇസ്രായേൽ നൽകി കഴിഞ്ഞു. ടെഹ്റാനിൽ നിന്ന് ഒഴിയാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകുക എന്ന് പറഞ്ഞാൽ ശരിക്കും യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ടെൽ അവീവിൽ നിന്ന് ഒഴിയണമെന്ന് ഇസ്രായേലുകാരോട് ഇറാനും പറയുന്നു. രണ്ട് രാജ്യങ്ങളോടും നേരത്തെ മനോരമ അങ്ങനെ തന്നെയാണ്, പരസ്പരം ഒഴിയാൻ നിർദ്ദേശിക്കുകയാണ്. ഞങ്ങൾ ഏത് സമയവും യുദ്ധത്തിന് തയ്യാറാണ്. അതിനിടയിൽ ഇറാൻ വെടിനിർത്തലിന് താല്പര്യം അറിയിച്ചു എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായി തന്നെ മാതൃഭൂമിയും ആ ഒഴിയാ ഭീതിയെ വാർത്തയെ നൽകുന്നുണ്ട്. പക്ഷേ മനോരമ നൽകിയ ആ രണ്ട് വാർത്തകൾ, ഇറാൻ്റെ യുദ്ധതന്ത്രവും ആ ഇറാനിയൻ കവയത്രി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ഒരു പക്ഷേ ശ്രദ്ധേയമായി മനോരമ ഉൾപേജിൽ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. മറ്റ് പത്രങ്ങളെല്ലാം ഞാൻ വളരെ വിശദമായി ഓടിപ്പോകുന്നത് തലവാചകങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഭീതി തന്നെയാണ്, പ്രാണഭീതി തന്നെയാണ്. ശരിക്കും മനോരമയുടെ ഹെഡിങ് പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധസമാനമായ അന്തരീക്ഷം. എല്ലാ പത്രങ്ങളും വളരെ വിശദമായി അക്കാര്യം നന്നായി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി പ്രസ് സ്റ്റോപ്പ് ഈ യുദ്ധത്തിൽ കടന്ന് കറങ്ങുകയാണ്. അതിൽ നിന്ന് മാറിപ്പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെൻസസ് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ തീരുമാനമായി വന്നതാണ്. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് സെൻസസ് പ്രഖ്യാപനം വന്നത്. പക്ഷേ അതിലേറ്റവും ശ്രദ്ധേയം ജാതി സെൻസസ് ഉണ്ട്, ഇനി വരാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ജാതി സെൻസസ് ചെറിയ കളിയല്ല, അതിലൊരു വിവാദം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പത്രങ്ങൾ പറയുന്നത്. മനോരമ തന്നെ പറയുന്നുണ്ട് ജാതി സെൻസസിൽ വിവാദം. സെൻസസ് വിജ്ഞാപനമായി ജാതി സെൻസസ് ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ അന്ന് വാർത്താ സമ്മേളനത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. ജാതി സെൻസസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ രാജ്യം. പല സംസ്ഥാനങ്ങളും അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ മനോരമ പറയുന്നത് അതിൽ വിവാദമുണ്ട്. ജാതി സെൻസസ് ഇപ്പോൾ ഇന്നലെ വന്ന വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്നില്ല. അതായത് സാധാരണ സെൻസസ് മാത്രമേ ഉള്ളൂ, ജാതി സെൻസസ് സംബന്ധിച്ച് വിജ്ഞാപനത്തിൽ പരാമർശമില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയോ എന്നൊരു ആശങ്ക ഈ വാർത്തകൾ വായിക്കുമ്പോഴുണ്ട്. നമ്മുടെ മലയാള പത്രങ്ങളെല്ലാവരും വ്യത്യസ്തമായ വാർത്തകളാണ് ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്. അതിൽ മാധ്യമത്തിൻ്റെത് ജാതി വിവരങ്ങളുമായി സെൻസസ് എന്നാണ്. മനോരമ പറയുന്നത് അത് വിവാദം എന്നുള്ളതാണ്. ജാതി വിവരങ്ങളുമായി സെൻസസ്, വിജ്ഞാപനത്തിൽ ജാതി സെൻസസ് ഉണ്ടാകുമെന്ന് വിജ്ഞാപനത്തിലുണ്ട് എന്ന് മാധ്യമം പറയുന്നു. മാതൃഭൂമി അതുതന്നെയാണ് പറയുന്നത്. മാതൃഭൂമി 5-ാം പേജിൽ ആ വാർത്ത വളരെ വിശദമായി കുറച്ചും കൂടി വ്യക്തമായി പറയുന്നുണ്ട്. 5-ാം പേജിലെ വാർത്ത ഞാൻ വായിക്കാം. ഒക്ടോബർ 1 മുതലാണ് സെൻസസ് ആരംഭിക്കുന്നത്. വിജ്ഞാപനം ഇറങ്ങി, ജാതി സെൻസസ് ഉണ്ടാകും, വിവരശേഖരണം 2 ഘട്ടമായി എന്ന് മാതൃഭൂമി ആവർത്തിച്ച് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല വീക്ഷണവും ദേശാഭിമാനിയും നൽകുന്നത്. വീക്ഷണത്തിനും ദേശാഭിമാനിക്കും അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വീക്ഷണത്തിൽ ഇങ്ങനെയാണ്: ജാതി സെൻസസിൽ യു-ടേൺ എന്നാണ് വീക്ഷണം പറയുന്നത്. സെൻസസ് വിജ്ഞാപനത്തിൽ പരാമർശമില്ല. അതെങ്ങനെയാണ് വീക്ഷണത്തിന് ആ വാർത്ത എന്നുള്ളത് വീക്ഷണം ആളുകളോട് തന്നെ ചോദിക്കേണ്ടി വരും. സെൻസസ് വിജ്ഞാപനം ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്ന ജാതി സെൻസസിനെക്കുറിച്ച് പരാമർശമില്ല എന്നാണ് ആദ്യ വാചകം തന്നെ. അത് വാർത്ത ഈ 3 പത്രങ്ങൾ, മാതൃഭൂമിയും മാധ്യമവും മനോരമയും ജാതി സെൻസസ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജാതി സെൻസസിൽ ആശങ്കയുണ്ട് അല്ലെങ്കിൽ അതിൽ വിവാദമുണ്ട് എന്ന് മനോരമ പറയുന്നുണ്ട്. പക്ഷേ മാതൃഭൂമിയും മാധ്യമവും പറയുന്നുണ്ട് അതിൽ ഒരു അവ്യക്തതയും ഇല്ല, വ്യക്തമായി തന്നെ ജാതി സെൻസസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീക്ഷണത്തിന് അക്കാര്യത്തിൽ ഒളിച്ചുകളി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ദേശാഭിമാനി പറയുന്നത് ജാതി കണക്കെടുപ്പിൽ ഒളിച്ചുകളി എന്നാണ്. അവരെപ്പോലെ വീക്ഷണത്തെ പോലെ അത്രയും വലിയ ഷാർപ്പായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. കേന്ദ്രത്തിൻ്റെ പൊള്ളത്തരം വെളിപ്പെട്ടെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. ജനസംഖ്യ കണക്കെടുപ്പുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയപ്പോൾ ജാതി സെൻസസ് നടത്തുന്നതിൽ മിണ്ടാട്ടമില്ല എന്നാണ് ദേശാഭിമാനിയുടെ ആദ്യ വാചകം. എന്താണ് ദേശാഭിമാനിയും വീക്ഷണവും ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിൽ ആ വിജ്ഞാപനത്തിൽ വായിച്ചാൽ 2-ാം ഘട്ടത്തിൽ അതുണ്ടാകുമെന്നാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. എന്തായാലും ദേശാഭിമാനിയും വീക്ഷണവും അവരുടെ രാഷ്ട്രീയ സ്വഭാവം കാണിച്ചു എന്ന് വേണം കാണാൻ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഒരു വാർത്ത നൽകിയിരുന്നു. ഭാരതാംബ എന്ന ചിത്രത്തിനൊപ്പം, നമുക്കറിയാം രാജ്ഭവനിലെ ഭാരതാംബ വലിയ വിവാദമായതാണ്. ആ ചിത്രത്തിനൊപ്പം അതോടൊപ്പം തന്നെ ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവാക്കറിൻ്റെയും ചിത്രം കൂടി രാജ്ഭവനിലുണ്ട് എന്ന് അന്ന് മാതൃഭൂമി ഇന്നലെ വാർത്ത നൽകിയിരുന്നു. മറ്റാരും വാർത്ത നൽകിയിരുന്നില്ല. ഇന്നലെ ആ വാർത്ത വന്ന് ഉടൻ തന്നെ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ രാജ്ഭവൻ്റെ ഔദ്യോഗിക അല്ലെങ്കിൽ അവിടുന്ന് നൽകുന്ന വിവരം പുറത്തു വരുന്നു. ഭാരതവുമായി ബന്ധപ്പെട്ട വിവാദം ഇനി ഉണ്ടാകുന്നതല്ല, ആ വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. സർക്കാരിൻ്റെ പരിപാടികളിൽ
പരിപാടികളിൽ ഭരണഘടനാ പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മാതൃഭൂമിക്ക് അതിൽ അഭിമാനിക്കാം. ഭാരതാംബ ഉണ്ടാകില്ല എന്ന് അവർ മാത്രം തന്നെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റ് പത്രങ്ങൾ ആരും ആ വാർത്ത നൽകിയിട്ടില്ല. ഒരുപക്ഷെ മാതൃഭൂമിയുടെ വാർത്തയുടെ തുടർച്ചയെന്ന് വേണം രാജ്ഭവൻ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഭരണഘടനാപരമായ പരിപാടികളിൽ ഭാരതാംബ ഉണ്ടാകില്ല. തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് പിന്മാറി നിൽക്കാൻ രാജ്ഭവൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണഗതി ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ നമ്മൾ ധാരാളം എടുത്തു പോകാറില്ല. ഒരു വാർത്ത ശ്രദ്ധേയമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കാം, വളരെ രുചിയോടുകൂടി കഴിക്കുന്നതായിരിക്കാം. പക്ഷേ ഇനി കഴിക്കണമെങ്കിൽ അടുത്ത ഓഗസ്റ്റ് മുതൽ കഴിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ലിറ്ററിന് 160 രൂപയാണ്. അത് എക്സ്പ്രസ് ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി കഴിക്കണമെങ്കിൽ 160 അല്ല 260 രൂപ ലിറ്ററിന് കൊടുക്കണം. അത്ര മധുരമല്ല, മധുരത്തിന് വില കൂടുമെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് സ്പോർട്സുമായി ബന്ധപ്പെട്ടാണ്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ സ്പോർട്സ് അങ്ങനെ വല്ലാതെ എടുത്തു പോകുന്ന പതിവില്ല. പക്ഷേ ചില വാർത്തകൾ എടുത്തു പോയേ നിർവാഹമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണെന്നറിയാം. മെസ്സിയുടെ മയാമിയൊക്കെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പല മത്സരങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇന്നലെ നടന്നൊരു മത്സരത്തെക്കുറിച്ചാണ്. അതിൽ ബയേൺ മ്യൂണിക്ക് പരാജയപ്പെടുത്തിയത് ഓക്ലൻഡ് സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തെയാണ്. ഓഷ്യാനയിൽ നിന്ന് വരുന്ന പ്രതിനിധിയാണ് അവർ. ചെറിയ ക്ലബ്ബാണ് അവർ. അവരെ പരാജയപ്പെടുത്തിയത് 10-നെതിരെ 0 ഗോളുകളാണ്. അല്ലെങ്കിൽ ഗോളുകളൊന്നും ഓക്ലൻഡ് സിറ്റിക്ക് നേടാൻ കഴിഞ്ഞില്ല. 10 ഗോളുകളാണ് ബയേൺ മ്യൂണിക്ക് നേടിയത്. ഈ 10 ഗോളുകൾ നേടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ബയേൺ മ്യൂണിക്ക് അതിഭീകരമായ മത്സരമൊക്കെ നടത്തി, കളിയൊക്കെ നടത്തിയെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഓക്ലൻഡ് സിറ്റിയിൽ മത്സരിക്കാനെത്തിയത് ഒരു പ്രൈമറി അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളും. അതായത് ലോക പ്രശസ്ത ടീമായിട്ടുള്ള ബയേൺ മ്യൂണിക്കിനോട് എതിരാടാൻ വന്നത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനും വിദ്യാർത്ഥികളാണ് അടങ്ങുന്ന ടീമാണ്. ആ ടീമിനെയാണ് ക്ലബ്ബ് ലോകകപ്പിന് അയച്ചിട്ടുള്ളത്. അത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ഹെഡിങ്ങിലാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്നതാണ് ആ മത്സരം. കാരണം ഏകപക്ഷീയമാണ് ആ മത്സരം എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു ചോദ്യമാണ്. ക്ലബ്ബ് ലോകകപ്പിൻ്റെ നിലവാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ മത്സരക്രമത്തെക്കുറിച്ച് ടീമുകളെ നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇനി വരാൻ പോകുന്നുണ്ട്. അതുകൂടിയാണ്. ഇനി വലുതായി ഞാൻ നീട്ടിപ്പോകുന്നില്ല, കാരണം ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മാതൃഭൂമി 1-ാം പേജിലും മനോരമ 9-ാം പേജിലും നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ജെയിംസ് ബോണ്ട് സിനിമകൾ. ജെയിംസ് ബോണ്ട് സിനിമകളിലെ കഥാപാത്രങ്ങളെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൽ ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ നോവലുകളെ ആധാരമാക്കി ജെയിംസ് ബോണ്ടിൽ വന്നിട്ടുള്ള ഡെയിം ജൂഡി ബെഞ്ചിൻ്റെ സി. എപ്പോഴും ജെയിംസ് ബോണ്ട് കഥാപാത്രങ്ങൾ സി എന്ന കഥാപാത്രത്തെ ആശ്രയിക്കാറുണ്ട്. അത് ആ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 സീക്രട്ട് സർവീസ് ഏജൻസിയുടെ ഒരു തലവൻ എന്ന രൂപത്തിലേക്ക്. ആ തലവനായിട്ട് ആ സിനിമയിൽ വരുന്നത് ഒരു സ്ത്രീയാണ്. അത് ആ സിനിമയിലെ കഥാപാത്രം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഇനി മെട്രാവലി ആയിരിക്കും. മെട്രാവലി എന്ന പേരിലുള്ള വനിതയാണ് ആദ്യമായി ഒരു വനിത ബ്രിട്ടീഷ് സീക്രട്ട് ഏജൻസിയുടെ തലപ്പത്തേക്ക് വരുന്നു. ആ പൊസിഷൻ്റെ പേര് സി എന്നാണ്. മെട്രാവലി ആയിരിക്കും അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. ഒരു സിനിമയിലെ കഥാപാത്രം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനൊരു കൗതുകത്തിന് ആ വാർത്ത എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രസ് സ്റ്റോപ്പ് ഇന്ന് വേഗം അവസാനിപ്പിക്കുന്നു. കാരണം ഒരുപാട് വാർത്തകളുണ്ട്. മഴയുണ്ട്, നിലമ്പൂരുണ്ട്, യുദ്ധമുണ്ട്.